ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 128ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. मेरे प्यारे देशवासियों, नमस्कार। मन की बात में आपका एक बार फिर स्वागत है. ഭരണഘടനാ ദിനം, വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങൾ, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ധർമ്മധ്വജ ആരോഹണം, കുരുക്ഷേത്രയിലെ ജ്യോതിസറിൽ പാഞ്ചജന്യ സ്മാരക ഉദ്ഘാടനം തുടങ്ങിയ പ്രചോദനാത്മകമായ പരിപാടികളുമായാണ് നവംബർ മാസം വന്നെത്തിയതെന്ന് പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്ത് പരിപാടിയുടെ 128ാം ഭാഗത്തിന് തുടക്കമിട്ടത്. नवंबर का महीना बहुत सी प्रेरणाएं लेकर आया. कुछ दिन पहले ही 26 नवंबर को संविधान दिवस पर सेंट्रल हॉल में विशेष कार्यक्रम का आयोजन हुआ. वंदे मातरम के 150 वर्ष होने पर पूरे देश में होने वाले कार्यक्रमों की शानदार शुरुआत हुई. 25 नवंबर को अयोध्या में राम मंदिर पर धर्म ध्वजा का आरोहण हुआ. ദിവസങ്ങൾക്ക് മുൻപ് ഹൈദരാബാദിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലീപ്പ് എഞ്ചിൻ MRO സൗകര്യം താൻ ഉദ്ഘാടനം ചെയ്തതായും കഴിഞ്ഞയാഴ്ച മുംബൈയിൽ നടന്ന ഒരു പരിപാടിയിൽ INS മാഹി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, कुछ दिन पहले ही मैंने हैदराबाद में दुनिया की सबसे बड़ी लीप इंजन MRO फैसिलिटी का उद्घाटन किया है. एयरक्राफ्ट की मेंटेनेंस, रिपेयर एंड ओवरहॉल के सेक्टर में भारत ने ये बहुत बड़ा कदम उठाया है. पिछले हफ्ते मुंबई में एक कार्यक्रम के दौरान INS माहे को भारतीय नौसेना में शामिल किया गया. ചൊവ്വയിലേതിന് സമാനമായ സാഹചര്യങ്ങളിൽ യുവാക്കൾ ഡ്രോണുകൾ പറത്താൻ ശ്രമിക്കുന്ന വീഡിയോ അടുത്ത കാലത്ത് കാണാനിടയായ കാര്യം പരാമർശിച്ച പ്രധാനമന്ത്രി പല സംഘങ്ങളുടെ ഡ്രോണുകളും പരാജയപ്പെട്ടപ്പോൾ പൂനെയിൽ നിന്നുള്ള യുവാക്കളുടെ സംഘം അതിൽ ഒരു പരിധിവരെ വിജയിച്ചതായും യുവാക്കളുടെ ഈ സമർപ്പണ മനോഭാവമാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്നും അഭിപ്രായപ്പെട്ടു. നാടിനെയും നാട്ടുകാരെയും നാട്ടറിവുകളെയും കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ തേനിന്റെ മഹത്വവും അതിനു പിന്നിലെ പാരമ്പര്യവും കഠിനാധ്വാനവും എടുത്തു പറഞ്ഞ അദ്ദേഹം ജമ്മുകാശ്മീരിലെ മലയോര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കാട്ടുതുളസിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാംബൻ സുലായി ഹണി എന്ന വെളുത്ത നിറമുള്ള സവിശേഷമായ തേൻ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി. GI ടാഗ് ലഭിച്ചതിലൂടെ ഈ തേനിന് രാജ്യമെമ്പാടും അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദക്ഷിണ കന്നഡ ജില്ലയിലെ ഗ്രാമജന്യ എന്ന പേരിലുള്ള ഒരു ആധുനിക സംസ്കരണ യൂണിറ്റും ഈ മേഖലയിൽ കർണാടകയിൽ തന്നെയുള്ള ശിവഗംഗ കാലഞ്ചിയ സംഘടനകളുടെ ശ്രമങ്ങളും പ്രധാനമന്ത്രി പരാമർശിച്ചു. मेरे प्यारे देशवासियों, आप सभी शहद की मिठास से जरूर परिचित होंगे, लेकिन अक्सर हमें ये नहीं पता चलता इसके पीछे कितने लोगों की मेहनत है, कितनी परंपराएं हैं और प्रकृति के साथ कितना सुंदर तालमेल है. साथियों, जम्मू कश्मीर के पहाड़ी इलाकों में वन तुलसी यानी सुलाई के फूलों से यहाँ की मधुमक्खियां बेहद अनोखा शहद बनाती हैं. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ സജ്ജമാക്കിയിട്ടുള്ള കേന്ദ്രത്തിലൂടെ 3D ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നിവയുടെ സഹായത്തോടെ പ്രദർശിപ്പിക്കുന്ന മഹാഭാരത കഥ ഒരു പ്രത്യേക അനുഭവം തന്നെയാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ആളുകൾ കുരുക്ഷേത്രയിലെ ബ്രഹ്മസരോവറിൽ നടന്ന അന്താരാഷ്ട്ര ഗീത മഹോത്സവത്തിൽ പങ്കുചേർന്നതിനും താൻ സാക്ഷിയായി. ഗീതയുടെ മഹത്വം ഇപ്പോൾ ലോകമെമ്പാടും എത്തിക്കൊണ്ടിരിക്കുന്നതും സവിശേഷമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രകൃതി കൃഷിയുടെ പ്രാധാന്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ആവർത്തിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട കോയമ്പത്തൂരിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത കാര്യം അദ്ദേഹം അനുസ്മരിച്ചു. ഭാരതത്തിന്റെ പുരാതന പാരമ്പര്യങ്ങളുടെ ഭാഗമാണ് പ്രകൃതി കൃഷിയെന്നും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും പ്രൊഫഷണലുകളും പ്രകൃതി കൃഷിയുടെ പ്രയോക്താക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ നിരന്തര ശ്രമങ്ങൾ പ്രചോദനാത്മകമാണെന്ന് ജൈവ കർഷകനായ പ്രശാന്ത് കഞ്ഞിക്കുഴി അഭിപ്രായപ്പെട്ടു. ഇന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രകൃതി കൃഷിയെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. അത് ഞങ്ങളെപ്പോലെയുള്ള കർഷകർക്ക് ഏറ്റവും നല്ല പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നാണ്. ഈ കാലത്ത് പ്രകൃതി കൃഷിയുടെ പ്രാധാന്യം ഏറ്റവും ഏറി വരുന്ന ഒരു സാഹചര്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ 15 വർഷമായിട്ട് ജൈവ കൃഷി തന്നെ അവലംബിച്ചു പോരുന്നത്. അതിന്റെ നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനും ദോഷമില്ല, മനുഷ്യർക്കും ദോഷമില്ല. പ്രകൃതിയുമായിട്ടുള്ള രീതിയിൽ മണ്ണിലുള്ള ജീവാണുക്കളെ വളർത്തിക്കൊണ്ട് മണ്ണിൽ നിന്ന് തന്നെ വളമുണ്ടാക്കുന്ന ഒരു സംവിധാനം. ഇത്രയും കാഴ്ചപ്പാടോടുകൂടി കൃഷിയെയും കർഷകരെയും രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് കർഷകരും കൃഷിയും. അതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നതും എന്നെപ്പോലെയുള്ള കർഷകർക്ക് ഏറ്റവും
സന്തോഷകരവും അഭിമാനകരവും ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രോത്സാഹനം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. ഡിസംബർ 2 കാശിയിലെ നമോ ഘാട്ടിൽ നടക്കാനിരിക്കുന്ന 4ാമത് കാശി തമിഴ് സംഗമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയുടെയും ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നിന്റെയും സംഗമം എല്ലാ കാലവും അത്ഭുതകരമായ അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2 दिसंबर से काशी के नमो घाट पर चौथा काशी तमिल संगमम शुरू हो रहा है. इस बार के काशी तमिल संगमम की थीम बहुत ही रोचक है. लर्न तमिल. काशी तमिल संगमम उन सभी लोगों के लिए एक महत्वपूर्ण मंच बन गया है जिन्हें तमिल भाषा से लगाव है. നമ്മുടെ നാവികസേന സ്വാശ്രയത്വത്തിലേക്ക് അതിവേഗം നീങ്ങുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞയാഴ്ച മുംബൈയിൽ നടന്ന ചടങ്ങിൽ INS മാഹി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. സമ്പന്നമായ ചരിത്ര പൈതൃകമുള്ള മാഹി എന്ന സ്ഥലനാമമാണ് കപ്പലിന് മാഹി എന്ന് പേരിടാൻ കാരണം. ഈ യുദ്ധക്കപ്പലിന്റെ ചിഹ്നം പരമ്പരാഗതമായി കളരിപ്പയറ്റിൽ ഉപയോഗിച്ചു വരുന്ന ഉറുമിയോട് സാമ്യമുള്ളതാണെന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള പലരും ചൂണ്ടിക്കാട്ടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे प्यारे देशवासियों, जब भारत के सुरक्षा तंत्र को मजबूती मिलती है तो हर भारतीय को गर्व होता है. पिछले हफ्ते मुंबई में INS माहे को भारतीय नौसेना में शामिल किया गया. कुछ लोगों के बीच इसके स्वदेशी डिजाइन को लेकर खूब चर्चा रही. वहीं पुडुचेरी और मालाबार कोस्ट के लोग इसके नाम से ही खुश हो गए. केरला और तमिलनाडु के कई लोगों ने इस बात पर गौर किया कि इस युद्धपोत का क्रेस्ट, उरुमी और कलारिय पट्टू की पारंपरिक लचीली तलवार की तरह दिखाई पड़ता है. ശൈത്യകാലം സമാഗതമായിരിക്കുകയാണെന്നും ശൈത്യകാല വിനോദസഞ്ചാരത്തിന് രാജ്യത്ത് ഏറെ സാധ്യതകളാണുള്ളതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പർവ്വതങ്ങളും സംസ്കാരവും അനന്തമായ സാഹസിക സാധ്യതകളും നമുക്കുണ്ട്. ഉത്തരാഖണ്ഡിലെ ശൈത്യകാല ടൂറിസം ധാരാളം ആളുകളെ ആകർഷിക്കുന്നു. ഔലി, മുൻസിയാരി, ചോപ്ത, ദയാര തുടങ്ങിയ സ്ഥലങ്ങൾ ശീതകാലത്ത് വളരെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം എല്ലാവരും സ്വീകരിക്കണമെന്ന് മൻ കി ബാത്ത് പരിപാടിയിലൂടെ പ്രധാനമന്ത്രി വീണ്ടും അഭ്യർത്ഥിച്ചു. G20 ഉച്ചകോടിയുടെ വേളയിൽ ലോക നേതാക്കൾക്ക് നമ്മുടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ സമ്മാനമായി നൽകിയപ്പോൾ ഈ വികാരം പ്രതിഫലിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഇക്കൂട്ടത്തിൽ കേരളത്തിലെ മാന്നാറിൽ നിന്നുള്ള അതിമനോഹരമായ ഓട്ടുരുളി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചതായും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. മാന്നാർ ഓട്ടുരുളിയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശവും തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന പ്രാധാന്യവും പ്രോത്സാഹജനകമാണെന്ന് മാന്നാറിലെ പരമ്പരാഗത ഉൽപ്പന്ന വ്യാപാരി അനിൽ എസ് അമ്പിളി അഭിപ്രായപ്പെട്ടു. ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ മാന്നാർ ഉരുളിയെക്കുറിച്ച് പരാമർശിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ലോകരാഷ്ട്രത്തലവന്മാർ നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ ഭാരതത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് നൽകുന്നത് വിശിഷ്ടമായ അതീവ മൂല്യമുള്ള മാന്നാറിലെ ഉരുളികളാണ്, അല്ലെ വാർപ്പുകളാണ് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് ഒക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം മാറ്റുകൂട്ടുന്നു. കായിക രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വനിതാ ടീം അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഏറെ ഹൃദ്യമായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. എഡ്യൂറൻസ് സ്പോർട്സ് എന്ന കായിക മേഖലയ്ക്ക് രാജ്യത്ത് പ്രചാരമേറുകയാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം മാരത്തൺ, ബൈക്കത്തൺ, ട്രയാത്തലൻ പോലുള്ള കായിക പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം കായിക പ്രേമികൾക്ക് ഉത്തേജനം നൽകുമെന്നും ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്നും മുൻ കായിക അധ്യാപകനും ഫുട്ബോൾ കോച്ചുമായ ജൂഡ് ആന്റണി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ എൻഡ്യൂറൻസ് സ്പോർട്സിനെ പറ്റി പരാമർശിച്ചത് വളരെ സന്തോഷമുണ്ട്. ഈ എൻഡ്യൂറൻസ് സ്പോർട്സുകൾ ഇന്ന് ലോകത്താകമാനം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കായിക വിനോദമാണ്. ആളുകൾ ദീർഘദൂരം നടക്കുന്നു, സൈക്കിൾ ചവിട്ടുന്നു, നീന്തൽ പോലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. ഇത് ലോകത്താകമാനം സംഘടിപ്പിക്കുന്നു. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായ കായികശേഷി വിനോദമാണ് എൻഡ്യൂറൻസ് സ്പോർട്സ്. ദീർഘദൂരമുള്ള എക്സസൈസുകളാണ് ഇതിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. പ്രധാനമായും 15 കിലോമീറ്റർ സൈക്ലിംഗ്, 5 കിലോമീറ്റർ നടത്തം, 5 കിലോമീറ്റർ നീന്തൽ, ഇതുപോലുള്ള എക്സസൈസുകളും കൂടുതൽ സമയം ചെയ്യുന്നതിനാണ് എൻഡ്യൂറൻസ് സ്പോർട്സ് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്. മാസം തോറും മൻ കി ബാത്ത് പരിപാടിയിലൂടെ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ ഭാരതത്തിന്റെ മഹത്തായ സംസ്കാരവും വൈവിധ്യവുമാണ് പ്രതിഫലിക്കുന്നതെന്നും തുടർന്നും പരിപാടിയിലേക്ക് അനുഭവങ്ങളും നിർദ്ദേശങ്ങളും പങ്കിടണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയുടെ 128ാം പതിപ്പ് അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത്
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 128ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.